ഹലോ, ഞാനേ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഭക്തിമാർഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞ് സങ്കടപ്പെടും അല്ലേ, അല്ലെ അച്ഛനോട് പറഞ്ഞ് സങ്കടപ്പെടും, അല്ലെങ്കിൽ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് സങ്കടപ്പെടും. ഇത് ആരുമില്ലാത്തവരാരോട് പറയും? ദൈവത്തോട് പറയും. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഈശ്വരനോട് പറഞ്ഞിട്ടാണ്, എൻ്റെ ഈശോയോട് പറഞ്ഞിട്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത്. എൻ്റെ ബുദ്ധിമുട്ടുകളിലും എൻ്റെ പ്രയാസങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ് എൻ്റെ ദൈവം. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കണം. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യം, അതാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്. വന്ന വഴിയുമ്പോൾ നമ്മൾ മറക്കരുതെന്ന്. നമ്മൾ ദൈവത്തിനെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചത്. നമ്മുടെ ഓരോ പ്രയാസങ്ങളിലും നമ്മൾ ദൈവത്തിന് വിളിച്ച് പറയും. നമ്മളുടെ ഫ്രണ്ട് ദൈവമാണ്. എന്താ എനിക്കത് തരാത്തത്, എന്താ എനിക്കത് ചെയ്തു തരാത്തത്, എനിക്ക് ചെയ്ത് തന്നേ പറ്റുള്ളൂ. നമ്മൾ പറയണം. നമ്മളൊരു 10 പ്രാവശ്യമല്ല, 20 പ്രാവശ്യമല്ല, 50 പ്രാവശ്യമല്ല, 70 പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യം പുള്ളി അത് കേൾക്കും. കേട്ടിട്ട് എന്നാ നിനക്ക് ഞാൻ തന്നേക്കാം എന്ന് പറയും. അങ്ങനെ നമ്മൾ എല്ലാത്തിൽ നിന്നും ഭയങ്കര അങ്ങോട്ട് കോടീശ്വരിയ എന്നല്ല പറയുന്നത്, നമ്മൾ ഈ ലെവലിലെത്തിയത് നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ വന്നതാണേ. അപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരാളേ ഉള്ളൂ, ആ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം മാത്രമാണ്. അപ്പം നമ്മളെല്ലാവരും ദൈവത്തോട് കൂടെ നിൽക്കുക, ചേർന്ന് നിൽക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ, നമുക്കിപ്പോൾ എന്നും പള്ളിയിൽ പോയി കൊന്തയും ചെല്ലി അങ്ങനെ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴും അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക്, നമ്മൾ നടക്കുന്ന വഴിയാണെങ്കിലും നമ്മൾ ഓഫീസിലിരിക്കണ നമ്മുടെ ഫ്രീ ടൈമിലാണെങ്കിലും നമ്മളൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം ഉണ്ടാവും. പിന്നെ ഞാൻ ബൈബിളിൽ എപ്പോഴും എൻ്റെ മക്കൾ പുറത്ത് പോകുമ്പോഴും എൻ്റെ മകനൊക്കെ മൂന്നാറിലൊക്കെ ട്രെയിനി ആയിട്ടൊക്കെ പോയ സമയത്തൊക്കെ ഞാൻ അവനവിടെ എത്തുന്നവരെയും ഞാൻ സങ്കീർത്തനം വായിക്കും. എൻ്റെ മനസ്സിലാണെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ സങ്കീർത്തനം 91 വായിക്കും. തിരിച്ച് വരുന്നെന്ന് പറയുമ്പോഴും ഞാൻ അപ്പം നമ്മൾ ഒരാപത്തിലും പെടുത്താതെ കൊണ്ട് നമ്മളെ എത്തേണ്ട സ്ഥലത്ത് എത്തും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. സങ്കീർത്തനം 91 ഞാൻ പറയാവുന്നത്. അത്യുന്നതൻ്റെ ഈ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ നിഴലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും. അവൻ നിന്നെ വേടൻ്റെ കീഴിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചക്കയറുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. കർത്താവിൽ ആശ്രയിച്ച് അത്തനിൽ വാസമുറപ്പിച്ച് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമുള്ളൂ. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ തൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. രക്ഷ കാണിച്ചു തന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ദൈവത്തോടായിരിക്കാൻ നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മളാരും ഉണ്ടാവില്ല നമ്മളെ ചേർത്ത് നിർത്താനും നമ്മൾ ചെയ്ത നന്മയെക്കുറിച്ച് ഒരു വാക്ക് പറയാനും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മരിക്കാതെ, ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. എത്ര കഷ്ടപ്പാടിലും, എത്ര കടം വന്നോട്ടെ, എത്ര രോഗങ്ങൾ വന്നോട്ടെ, എത്ര ബുദ്ധിമുട്ട് വന്നോട്ടെ, നമ്മളെ ദൈവം നമ്മളെ ചേർത്ത് നിർത്തും, നമ്മളെ പരിപാലിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ദൈവത്തോടെ കൂടെ ആയിരിക്കാൻ
നമ്മൾ ഭയങ്കര ഭക്തിയും കാണിച്ച് വീട്ടിലുള്ള അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ അമ്മനെ വെള്ളം കൊടുക്കാതെ മക്കളെ സംരക്ഷിക്കാതെ മക്കളെ നോക്കാതെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനെ സംരക്ഷിക്കുക, മക്കളെ ചേർത്ത് നിർത്തുക, നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം അവരൊക്കെ ചെയ്തു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പള്ളിയിൽ അച്ഛനും പറയണതാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബാക്കി വീട്ടിലുള്ളവരെ ചേർത്ത് നിർത്താതെ സംരക്ഷിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, നിങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട് ഓരോരുത്തർക്കും, അത് ചെയ്തു കൊടുക്കാതെ എൻ്റെ അടുത്ത് വരണ്ട, പള്ളിയിലോട്ടും വരണ്ട എന്നാണ് പള്ളിയിലെ അച്ഛന്മാർ പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. ഒരു വയസ്സായിട്ട് അല്ലെങ്കിൽ ഒരു വയ്യാതെ ഇരിക്കുന്ന ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു അച്ഛനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ദൈവം നമ്മുടെ നേരെ കണ്ണടയ്ക്കും. അത് ഇന്നല്ല, 10 നാൾ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും നമ്മുടെ മക്കൾക്കായിട്ടാണ് ഭവിക്കുന്നത്. നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ അവരെ പരിപാലിക്കും ദൈവം. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തരില്ല, അതിൻ്റെ കൂലിയൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം കൊടുക്കുന്നത്. നമ്മളുടെ മക്കളും നമ്മളുടെ തലമുറകളോളം നല്ല മക്കളായിട്ടും നല്ല രീതിയിൽ ഐശ്വര്യത്തോടും സമാധാനത്തോടും അവർ ജീവിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതും. ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവത്തിനെ ഭയമുള്ളവന് ഒന്നും ചെയ്യാനും സാധിക്കില്ല. ദൈവത്തിനെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനും പറ്റില്ല. ചിലവരൊക്കെ ഉണ്ട് മനസ്സിൽ ഓരോ തിന്മ നിരൂപിച്ചിട്ട് അവർ ഓരോ പെരുമാറ്റങ്ങളുണ്ട്. അവരെന്നോട് ഇങ്ങനെ ചെയ്തതല്ലേ, എന്നാൽ ഞാനിങ്ങനെയും ചെയ്യും എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഓരോ സാഹചര്യങ്ങളും ഓരോ മനുഷ്യരെ ഏത് തരത്തിലാവുന്നത് അതിൽ അവരുടെ ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആരോടും നമ്മളങ്ങനെ പെരുമാറാതിരിക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ വയസ്സായിട്ടുള്ള ആൾക്കാരെയും കുഞ്ഞു മക്കളെയും ഒക്കെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അവരൊന്നും ബോധമായിട്ടില്ല. കുട്ടികൾക്ക് ബോധമായിട്ടുണ്ടോ? ഇല്ല, അവർക്ക് അറിവില്ല. അവരെയും നല്ല മക്കളായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതുപോലെ കുറേ പ്രായമായി കഴിഞ്ഞാൽ അവരും കുട്ടികളെ പോലെയാണ്, കുഞ്ഞു മക്കളെ പോലെയാണ്. അവർക്കും വേണ്ടത് നമ്മളെ കൊണ്ട് പറ്റണത് ചെയ്തു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, എന്നെ ഫോളോ ചെയ്യണം, പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഹാപ്പി, ബൈ.